ഹായ് ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ യാ തുല്ലാബ്. 6ാം ക്ലാസ്സിലത്തെ മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ക്രിസ്മസ് എക്സാം വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്റർ ബേസ്ഡായിട്ടുള്ള ഓരോ പാഠങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് 3 അതുപോലെ തന്നെ 4 യൂണിറ്റുകളാണ് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3ാമത്തെ മൊഡ്യൂൾ മുഴുവനായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് എക്സാമിനറിൻ്റെ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡും ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് എന്ത് ചെയ്യാനില്ല, കൂടുതൽ സമയം ചിലവഴിക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ് മനോഹരമായിട്ട് കേൾക്കുക, മനോഹരമായിട്ട് പഠിക്കുക, അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, നോക്കൂ, നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് പഠിക്കാനുള്ളത്. എന്താണ്? അക്കൂമു ബി വാജിബി. അക്കൂമു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബി വാജിബി, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു അല്ലേ. അപ്പോൾ അക്കൂമു ബി വാജിബി എന്ന് കൂട്ടി അർത്ഥം വെക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുക എന്നുള്ള ഒരർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അക്കൂമു എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പക്ഷേ അക്കൂമു ബി വാജിബി എന്ന് പറഞ്ഞാൽ, വാജിബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കടമ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? കടമ. അപ്പോൾ അക്കൂമു ബി വാജിബി, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. നോക്കാം, കഥ കേൾക്കാം. കാനത്ത് ഹുനാക്ക ഓബത്തൻ ഖസീഫത്തൻ ദാത്തു അസ്ജാരിൻ കസീറ അല്ലേ. കാനത്ത് ഹുനാക്ക ഓബത്തൻ, അവിടെ എന്തുണ്ടായിരുന്നു, ഒരു ഓബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കാടുണ്ടായിരുന്നു. ഖസീഫത്തൻ, തിങ്ങി നിറഞ്ഞ കാട്. എങ്ങനത്തെ കസീഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, തിങ്ങി നിറഞ്ഞ. അപ്പോൾ തിങ്ങി നിറഞ്ഞ ഒരു കാട് എന്തുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നത് അല്ലേ. ദാത്തു അസ്ജാരിൻ കസീറത്തിൻ, ധാരാളം മരങ്ങളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞൊരു കാടുണ്ടായിരുന്നു. ഫീ വസ്തിൽ ഓബത്തി, കാടിൻ്റെ നടുവിലുണ്ടായിരുന്നു എന്ത്, ബുഹൈറത്തുൻ, വലിയൊരു തടാകമുണ്ടായിരുന്നു. ബുഹൈറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തടാകം. അപ്പോൾ ഒരു തടാകമുണ്ടായിരുന്നു. കാനത്തിൽ ബുഹൈറത്തു വാസിയത്തൻ, ആ തടാകമായിരുന്നു വാസിയത്തൻ, വളരെ വിശാലമുള്ളതായിരുന്നു. അപ്പോൾ വലിയൊരു വിശാലമായിരുന്ന ഒരു തടാകമുണ്ടായിരുന്നു. തസ്കുനു ഫിൽ ഓബ, ആ കാട്ടിൽ ജീവിക്കിരുന്നു ആരൊക്കെ, തുയൂറുൻ, പക്ഷികൾ. എങ്ങനത്തെ പക്ഷികളാണ്, മുത്തനവ്യഅത്തൻ, വിവിധ ഇനങ്ങളിലുള്ള പക്ഷികൾ. അപ്പോൾ ഒരു കാടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് തരം പക്ഷികൾ എന്തുണ്ടാവും, ആ കാട്ടിലുണ്ടാകും. അതേപോലത്തെ ഒരു കാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നോക്കൂ മക്കളെ, തജിത്തമി തുയൂറ കുല്ലയൗമിൻ ബി ലൊഫത്തിൽ ബുഹൈറ. തജിത്തമി തുയൂറു, പക്ഷികളൊക്കെ ഒരുമിച്ച് കൂടും. കുല്ലയൗമിൻ, എല്ലാ ദിവസവും. ബി ലൊഫത്തിൽ ബുഹൈറ, ബുഹൈറ എന്ന് പറഞ്ഞാൽ തടാകം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ലൊഫത്ത് എന്ന് പറഞ്ഞാൽ ചാരെ അല്ലെങ്കിൽ അരികിൽ. അപ്പോൾ എല്ലാ ദിവസവും ഒരു വൈകുന്നേരം സമയമൊക്കെ എന്ത് ചെയ്യും, എല്ലാ പക്ഷികളും എന്ത് ചെയ്യും, നമ്മളങ്ങനെ തന്നെ അല്ലേ, നാട്ടിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെറുതെ അങ്ങാടിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, സൊറ പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ പക്ഷികൾ അവരുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരെല്ലാവരും എന്ത് ചെയ്തു, അവർ ഒരു തടാകത്തിൻ്റെ അരികിൽ വന്നിട്ട് ചാര വന്നിട്ട് ഇരുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, യുഅരിദുൽ ബുൽബുലു ബി സൗത്തിൽ ഉൽവ്, അതിൻ്റെ മധുരമാർന്ന ശബ്ദത്തിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുൽബുലു എന്ന് പറഞ്ഞാൽ ആരാണ്, ബുൽബുൽ അല്ലേ. അപ്പോൾ കിളി എന്ത് ചെയ്യുന്നു, ബുൽബുൽ എന്ത് ചെയ്യുന്നു, വാനമ്പാടി എന്ത് ചെയ്യുന്നു, വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. അതുപോലെ തന്നെ യത്തീറുൽ ബബു, തത്ത പറക്കുന്നു. ബൈനൽ അൽസ്വാനി, അതായത് ആ ചില്ലകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മളെ തത്ത പറന്ന് കളിക്കുന്നു. അതുപോലെ തന്നെ തുഷസ്കിഷു അല്ല അസാഫിറ, കുരുവികൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കുരുവിൻ്റെ സൗണ്ട് നമുക്കറിയാം, അതിൻ്റെ ചിലക്കുന്ന സൗണ്ടുകൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ യുത്തഖീമുൽ ഉറാബ അൽ അഫ്രാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ യുത്തഖീമു ഉറാബ എന്ന് പറഞ്ഞാൽ കാക്ക എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ആർക്ക്? അൽ അഫ്രാഹ, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലേ. അതുപോലെ തന്നെ തജ്ലിസുൽ ബൂമ എന്ന് പറഞ്ഞാൽ എന്താണ്, തജ്ലിസുൽ ബൂമ എന്ന് പറഞ്ഞാൽ മൂങ്ങ അല്ലേ. മൂങ്ങ ഇരിക്കുന്നു ഫൗക്കൽ ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മൂങ്ങ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാക്ക എന്ത് ചെയ്യുന്നു, അതിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ കുരുവികൾ എന്ത് ചെയ്യുന്നു, ചിലച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തത്ത എന്ത് ചെയ്യുന്നു, ചില്ലകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു, പാറി പറന്ന് നടക്കുന്നു. അതുപോലെ തന്നെ ബുൽബുൽ എന്ത് ചെയ്യുന്നു, വാനമ്പാടി എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു അല്ലേ. അതുപോലെ തന്നെ നോക്കൂ,
യുഹല്ലിക്കു നസ്ര എന്ന് പറഞ്ഞാൽ പരുന്തെന്ത് ചെയ്യുന്നു, വട്ടമിട്ട് പറക്കുന്നു. ഫൗക്കൽ ആബത്സ്, ആ കാട്ടിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുന്നു, വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ ഒരു സീനറിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ യസ്ദാദുൽ ലഖലഖ് എന്ന് പറഞ്ഞാൽ കൊക്ക് അല്ലേ, കൊക്ക് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇരയെ പിടിക്കുന്നു. സമക്കത്ത, മീനിനെ പിടിക്കുന്നു. മിനൽ ബുഹൈറ, തടാകത്തിൽ നിന്ന്. അപ്പോൾ കൊക്ക് തടാകത്തിൽ നിന്ന് മീനിനെ പിടിക്കുന്നുണ്ട്, പരുന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാടിൻ്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൽത്തഖിത്തുൽ ഹമാമ അൽ ഹുബൂബ അല്ലേ. അപ്പോൾ നമ്മുടെ ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഹമാമ, പ്രാവ് എന്ത് ചെയ്യുന്നു, കൊത്തി തിന്നുന്നുണ്ട്. അപ്പോൾ ധാന്യങ്ങളുടെ സ്ഥലത്ത് പ്രാവ് കൊത്തി തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ തസ്ബഉൽ വസത്തു ഫിൽ ബുഹൈറ, എല്ലാവരും എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുഹൈറ തടാകത്തിൻ്റെ എരികിൽ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടുന്നു. ആഷു, അവർ ജീവിക്കുന്നു. ജമീൻ, വളരെ എല്ലാവരും കൂടെ ജീവിക്കുന്നു. ഫറഹം മറഹൻ, വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്ത് ചെയ്യുന്നു, അവർ ആ കാട്ടിലൂടെ ജീവിക്കുന്നു. അപ്പോൾ ഓരോ ജീവികളുടെയും ഓരോ പക്ഷികളുടെയും അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നോക്കൂ, നുലാഹിലു സുവറ നഖ്താർ ജുമല മുനാസിബ് ഫിൻ നസിൽ വനക്തുബു, അതായത് ഓരോ ചിത്രങ്ങൾ നോക്കുക. ഇവിടെ ഓരോ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, തത്ത വട്ടമിട്ട് പറക്കുന്നു. അതുപോലെ തന്നെ കോഴി, നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ കാക്ക എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, തുടങ്ങിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ചിത്രവുമായിട്ട് ഏതാണോ കണക്ട് ചെയ്യുന്നത് ആ ലൈൻ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. ഇവിടെ നോക്കും മക്കളെ, തത്ത എന്ത് ചെയ്യുന്നുണ്ട്, കാടിലൂടെ, അതായത് ആ ചില്ലകൾക്കിലൂടെ എന്ത് ചെയ്യുന്നു, പറന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക, ഇതാ എവിടെ പോയി, ഇതാ യത്തീറുൽ ബബു ആവു ബൈനൽ അലുസ്വാൻ എന്ന് പറയുന്ന വരിയുണ്ടല്ലോ, അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. മക്കൾക്ക് മനസ്സിലായല്ലോ. സാറ് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല. അപ്പോൾ യത്തീറുൽ ബബ് അല്ലേ, യത്തീറുൽ ബബ് ആ പോയിന്റ് ഇവിടേക്ക് എഴുതി കൊടുക്കുക. അടുത്ത നോക്കൂ, ഇതെന്താ കാണുന്നത്, പ്രാവ് എന്താണ്, ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇതാ എന്താണ്, തൽത്തഖിത്തുൽ ഹമാമ അൽ ഹുബൂബ, ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രാവ് കൊത്തുന്നു. അപ്പോൾ ആ ചിത്രവുമായി കണക്ട് ചെയ്യുന്നത് എന്താണ്, ഈ വരിയാണ്. അടുത്ത നോക്കൂ, കൊക്ക് എന്ത് ചെയ്യുന്നു, മീനിനെ പിടിക്കുന്നു. നമ്മൾ പറഞ്ഞു, ഇതാ യസ്ദാദുൽ ലഖലഖ അസമക്കത്ത മിനൽ ബുഹൈറ, ഈ ഒരു പോയിന്റാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ജുംലയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടേക്ക് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, കാക്ക അത് അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു എവിടെ 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 എവിടെതാ യുത്തഖീമുൽ ഉറാബ അൽ അഫ്രാഹ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ വരികളുടെയും അർത്ഥം നല്ലോണം മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് എഴുതാൻ കഴിയുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, അത് ഇവിടെ എഴുതി കൊടുക്കുക. അടുത്ത് നോക്കൂ, മൂങ്ങ എന്ത് ചെയ്യുന്നു, മൂങ്ങ എന്ത് ചെയ്യുന്നു മക്കളെ, മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതാ. തജ്ലിസുൽ ഭൂമ ഫൗക്കൽ ഷജറ, മരത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഭൂമ ഇരിക്കുന്നു. ആ പോയിന്റ് എന്ത് ചെയ്യുക, ഇവിടേക്ക് എഴുതി കൊടുക്കുക. അടുത്ത് നോക്കൂ, താറാവ് അല്ലേ, താറാവ് എന്ത് ചെയ്യുന്നു, വെള്ളത്തിലൂടെ നടക്കുന്നു. ദാ തസ്ബിഉൽ വസ്സത്തു ഫിൽ ബുഹൈറ, താറാവ് എന്ത് ചെയ്യുന്നു, ബുഹൈറ നദിയിലൂടെ എന്ത് ചെയ്യുന്നു, നീന്തുന്നു. ആ പോയിന്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി ശ്രദ്ധിക്കുക, ഫി ഹാദി അയ്യാമിൻ, അപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് അല്ലേ. ഓരോ പക്ഷികളും അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാണ്, വളരെ ഹാപ്പിയായി ജീവിക്കുകയാണ്. ഫി ഹാദി അയ്യാമിൻ, അങ്ങനെ ഒരു ദിവസം എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഫി ഹാദി അയ്യാമിൻ, ഒരു ദിവസം സോറൽ ജവ്വു ഹാറൻ, സോറൽ ജവ്വു എന്ന് പറഞ്ഞാൽ, ജവ്വു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ്. അപ്പോൾ അന്തരീക്ഷമായി തീർന്നു എന്ത്, ഹാറൻ, ചൂടുള്ളതായി മാറി. ഫജഗത്തൻ, പെട്ടെന്ന്, ഇർത്തഫഹ, ഉയർന്നു. സുറാഹുൽ ഹയവാനാത്ത് ഹവ തുയൂർ, തുയൂർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. അപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സുറാഹ് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിളി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ജീവിച്ച് പോവാണ്. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു, കാട്ടിൽ എന്ത് ചെയ്തു, അന്തരീക്ഷം വളരെ ചൂടുള്ളതായി. അങ്ങനെ എന്ത് ചെയ്തു, ഈ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ എന്ത് ചെയ്തു, ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി അല്ലേ. നിലവിളി എന്ത് ചെയ്യാൻ തുടങ്ങി, ഉയരാൻ തുടങ്ങി. ഷബ്ബ, ഷബ്ബ ഫിൽ ഓബ, ഷബ്ബ എന്ന് പറഞ്ഞാൽ എന്താ, ഷബ്ബ എന്ന് പറഞ്ഞാൽ പടർന്നു. ഫിൽ ഓബത്തി, കാട്ടിൽ പടർന്നു. ഹരീക്കുൻ ആയിലുൻ, കാട്ടുതീ എന്തായി, കാട്ടിൽ പകർന്നു അല്ലേ, പടർന്നു. നോക്കൂ, ഈ ഫോട്ടോത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആകെപ്പാട് എന്ത് ചെയ്തു, കാട് ഫുള്ള് കാട്ടുതീ കൊണ്ട് എന്തായിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഹിംതദ്ദൽ ഹരീക്കു ഇല
ഇലാ കുല്ലി മക്കാൻ ഹിംതദ്ദൽ ഹരീഖു കാട്ടുതീ പകർന്നു അല്ലേ, തീ പടർന്നു. ഇലാ കുല്ലി മക്കാൻ എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്തു, കാട്ടുതീ എന്ത് ചെയ്തു, പടർന്നു. മനസ്സിലായല്ലോ മക്കളെ. എന്നിട്ട് നോക്കൂ, തോറത്ത് തുയൂർ മിൻ ഓബത്തി ലി തൻജുവ ബി നഫ്സിയ. അപ്പോൾ തോറത്തിൽ തുയൂർ പക്ഷികളായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കാട് ഫുൾ എന്താവാണ്, തീ കൊണ്ട് നിറയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ തൊള്ള പൊളിച്ച് നിൽക്കുമോ? ഇല്ല. പക്ഷികൾ എന്ത് ചെയ്തു, ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു, ഓടിപ്പോകാൻ തുടങ്ങി. നോക്കൂ, തോറത്ത് തുയൂർ പക്ഷികളൊക്കെ പറന്നുപോയി മിനൽ ഓബത്തി കാടിൽ നിന്ന് ഈ തൻജുവ ബി നഫ്സിയ അവർ സ്വയം രക്ഷ നേടിക്കൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരും കഴിച്ചിലാവാൻ വേണ്ടി ഓടിപ്പോയി. എന്ന് നോക്കൂ, വലാക്കിൻ പക്ഷേ ലം യറുബുൽ ഉസ്ഫൂർ നമ്മളെ കുരുവിക്കുട്ടി എന്തായില്ല, ഓടിപ്പോയിട്ടില്ല. ബൽ മറിച്ച് എന്ത് ചെയ്തു, റഫ്റഫ സരീഅൻ ഇലൽ ബുഹൈറ അല്ലേ. റഫ്റഫ എന്ന് പറഞ്ഞാൽ എന്താ, റഫ്റഫ സെരീഅൻ ഹിലൽ ബുഹേറ നമ്മുടെ കുരുവിക്കുഞ്ഞ് എന്ത് ചെയ്തു, നമ്മുടെ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് നോക്കൂ മക്കളെ, അഹദ ആ തടാകത്തിൽ നിന്ന് എടുത്തു, അതായത് ആ ചുണ്ടിൽ കൊത്തി എന്ത് ബി മിൻകരിഹി അദ്ദേഹത്തിൻ്റെ ആ കുരുവിയുടെ ചുണ്ട് കൊണ്ട് എടുത്തു. സ്വഈറൻ കത്രത്തിൽ മാഹി വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാട്ടുതീ കണ്ടപ്പോൾ എന്ത് ചെയ്തു, കുരുവി മാത്രം എവിടേക്കും ഓടിപ്പോയില്ല. കുരുവി നേരെ തടാകത്തിൽ പോയിട്ട് അതിൻ്റെ ചുണ്ടിലെ അതിൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന വെള്ളം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തു, വന്നു. എന്നിട്ട് നോക്കൂ, അലാ ഫിൽ ഹവാഹി സുമ്മ ഹൽക്കാ ബിഹ അലൽ ഹരീക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, പാറി വന്നിട്ട് ആ തീയിലേക്ക് എന്ത് ചെയ്തു, ഈ വെള്ളം ഇങ്ങനെ ഇട്ടു. കററ ഹാദൽ അമല മറത്തൻ ബാദൽ ഉഹ്റ ഓരോ സമയം എന്ത് ചെയ്തു, ഇങ്ങനെ തന്നെ എന്ത് ചെയ്തു, ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഫസഹിറത്ത് തുയൂറു മിനൽ ഉസ്ഫൂർ സ്വഈർ അല്ലേ, ഫസഹിറത്ത് തുയൂർ. അപ്പം എന്ത് ചെയ്തു, ബാക്കിയുള്ള പക്ഷികളൊക്കെ എന്ത് ചെയ്തു, സഹിറ എന്ന് പറഞ്ഞാൽ എന്താ, കളിയാക്കി, പരിഹസിച്ചു. അപ്പോൾ ഈ കുരുവിക്കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്തു, അതിനെ പരിഹസിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഇത്രയും ചെറിയ പോലത്തെ ഒരു കുരുവി അതിൻ്റെ ചുണ്ട് കൊണ്ട് അവിടെ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചാൽ എന്താവില്ല, ഒന്നും സംഭവിക്കില്ല. തീ കെടുവോ? ഇല്ല. തീ എന്താവില്ല, അറിയ പോലും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും ആ കുരുവിക്കുട്ടി എന്താക്കാൻ തുടങ്ങി മക്കളെ, കളിയാക്കാൻ തുടങ്ങി. പക്ഷേ നോക്കൂ, രണ്ട് ക്വസ്റ്റ്യനുകൾ. ലിമാ ഹറബത്തി തുയൂർ മിനൽ ഹോബ എന്തിനാണ് കാട്ടിൽ നിന്ന് തുയൂർ പക്ഷികൾ എന്തായത്, ഓടിപ്പോയത്? എന്തിനായിരുന്നു? കാട്ടുതീ പകർന്നത് കൊണ്ടല്ലേ. ഇർത്തഫഹ സുറാഹുൽ ഷുറു ഷബ്ബിൽ ഓബത്തി ഹരീക്കൻ ആയിലൻ അല്ലേ. കാട്ടുതീ എന്തായതാ, ഷബ്ബിൽ ഓബത്തി ഹരീക്കൻ ആയിൽ എന്നുള്ള ആൻസറാണ് എന്ത്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതുപോലെ തന്നെ നോക്കൂ, മാതാ ഫാലൽ ഉസ്ഫൂർ ഇന്ദൽ ഹരീക്ക് ഈ തീ പടർന്ന സമയത്ത് കുരുവി എന്താ ചെയ്തിരുന്നതാ നോക്കൂ. വലാക്കില്ലം യറുബുൽ ഉസ്ഫൂർ ബൽ റഫ്റഫ സരീഹൻ ഇൽ ബുഹൈറ അഹദ ബി മിൻകാരി സൊയർ ഖത്രത്തൽ മാഹിലെ അഹദ ബി മിൻകാരി സൊയറൻ അൽ ഖത്രത്തൽ മാഹ് എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ബുൽബുൽ ചോദിക്കുകയാണ്, വാനമ്പാടി ചോദിക്കുകയാണ്, അയ്യുഹൽ ഉസ്ഫൂർ ഓ എൻ്റെ കുരുവിക്കുട്ടിയെ മാതാ തഫ്അലു നീ എന്താ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉറാബ് ചോദിക്കുകയാണെന്ത്, ലിമാല തഹറു മിനൽ ഹരീക്ക് നീ എന്താണ് ഈ തീയിൽ നിന്ന് ഓടിപ്പോവാത്തത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാവരും ആ കുരുവിക്കുട്ടിയെ കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുവിക്കുട്ടിയോട് കളിയാക്കി ചോദിക്കുകയാണ്, എന്തേത്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ, നീ എന്താ ഇതിൽ നിന്ന് എന്താവാത്തത്, ഓടിപ്പോവാത്തത്. അപ്പോൾ അൽ ഉസ്ഫൂർ നമ്മളെ കുരുവിക്കുട്ടി പറയുന്നത്, ഉഹാവിലു അൻ ഉത്ഫിയൽ ഹരീക്ക ഉഹാവിലു അൻ ഉത്ഫിയൽ ഹരീക്ക ഞാൻ എന്ത് ചെയ്യാണ്, ഈ തീ അണയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെന്ന് പറയും. അപ്പോൾ അൽ ബബ് ആ തത്ത പറയുന്നത്, ഹൽ തഖ്ദിർ അലൽ ഇത്ഫായിൽ ഹരീക്ക് ബ്യാദൽ അമൽ ഈ ഒരു പ്രവർത്തനം ചെയ്താൽ ഈ തീ അണയുന്ന നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അൽ ഉസ്ഫൂർ പറയും, ലാ അഖ്ദിറു എനിക്ക് സാധിക്കുകയില്ല, വലാക്കിൻ പക്ഷേ അക്കൂമു ബി വാജിബി ഞാൻ എൻ്റെ കടമ എന്ത് ചെയ്യാണ്, നിറവേറ്റാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാട്ടിൽ തീ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, അതിനെ അണയ്ക്കേണ്ടത്. അല്ലാതെ തീ പടർന്നത് കൊണ്ട് എന്താവരുത്, ഇറങ്ങി ഓടരുത്, അവിടെ നോക്കി നിൽക്കാതെ അല്ലെങ്കിൽ അത് പരിഹാരം കാണാതെ അതിൽ നിന്ന് ഇറങ്ങി ഓടരുത് എന്നുള്ള വലിയൊരു സന്ദേശമാണ് ആര് തരുന്നത്, നമ്മുടെ ഈ ചെറിയ കുരുവിക്കുട്ടി തരുന്നത്. നോക്കൂ, സെമിയൽ ഫീലു കൗലൽ ഉസ്ഫൂറ ഈ കിളിയുടെ അല്ലേ, ഈ ഉസ്ഫൂറിൻ്റെ സംസാരം ആര് കേട്ടു, നമ്മുടെ ആന കേട്ടു. ബദ എൻകുലു മിയാഹു ബി ബി ഹുർത്തൂമിഹി ഹുർത്തൂം എന്ന് പറഞ്ഞാൽ എന്താ, തുമ്പിക്കൈ. അപ്പം ബദ എൻകുലുൽ മിയ വെള്ളം എടുത്തു, എന്ത് ബി ഹുർത്തൂമി അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് എന്ത് ചെയ്തു, വെള്ളം ശേഖരിച്ചു. റഷ ഹലൽ ഹരീക്ക് തീയുടെ മേലെന്തായി, ആകപ്പാട് എന്ത് ചെയ്തു, പടർത്തി അല്ലേ. റഷ എന്ന് പറഞ്ഞാൽ എന്താ, ആകപ്പാട് ഒഴിച്ചു. നോക്കൂ, ഹജ്ജിലത്ത് തുയൂർ മിൻ നഫ്സിഹ. അപ്പോൾ നോക്കൂ,
ഹജ്ജിലത്ത് തുയൂർ മിൻ നഫ്സിയ, അപ്പോൾ ബാക്കിയുള്ള പക്ഷികളൊക്കെ എന്ത് ചെയ്തു? സ്വയം ലജ്ജിച്ചു. ഹജ്ജിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജിച്ചു അല്ലേ? ആ തുയൂർ പക്ഷികൾ മിൻ നഫ്സിയ, ബാക്കിയുള്ള പക്ഷികളൊക്കെ എന്ത് ചെയ്തു? സ്വയം ലജ്ജിച്ചു. കുല്ലു മിൻഹും യുസായിദുൽ ഉസ്ഫൂറ വൽ ഫീല, അങ്ങനെ ചെയ്തു എല്ലാവരും എന്ത് ചെയ്തു? ആ കുരുവിയെയും അതുപോലെ തന്നെ ആ ആനയെയും സഹായിക്കാൻ തുടങ്ങി. അലാ ഇത്ഫാലുൽ ഹരീക്ക്, ഈ ഒരു കാട്ടുതീ അണക്കുന്നതിനെ തൊട്ട്. അപ്പോൾ നോക്കൂ മക്കളെ, വലിയൊരു സന്ദേശമല്ലേ ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ കവിതയും അതുപോലെ തന്നെ എല്ലാ പാഠത്തിലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എന്ത് പഠിക്കാനുണ്ട്? സന്ദേശം പഠിക്കാനുണ്ട്. ഈ ഒരു കവിതയിലൂടെ ഈ ഒരു കഥയിലൂടെ, ഈ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്താവരുത്? അതിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോവുകയല്ല വേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താവേണ്ടത് മക്കളെ? നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ? അല്ലാതെ എന്താവരുത്? ഒരിക്കലും അതിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ട് എന്ത് ചെയ്യൂല? അവിടെ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല. നേരെ മറിച്ച് ഇപ്പം ആ ഒരു ചെറിയ കുരുവിക്കുട്ടി അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമല്ലേ എന്തായതുള്ളത്? ബാക്കിയുള്ള എല്ലാ ജീവികളും അതുപോലെ തന്നെ ഫീലും ഒക്കെ എന്ത് ചെയ്തത്? ആ കുരുവിക്കുട്ടിയെ സഹായിക്കാൻ പോയത് അല്ലേ? അല്ലെങ്കിൽ ഒരാളും എന്ത് ചെയ്യൂല? ആ കുരുവിക്കുട്ടിയെ എന്താക്കൂല? സഹായിക്കൂല. ശരിയല്ലേ? അപ്പോൾ ആ കുരുവിക്കുട്ടി മുൻകൈ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് കൊണ്ട് മാത്രമാണ് എന്തായത്? ബാക്കിയുള്ള എല്ലാ ജീവികളും ആ കുരുവിക്കുട്ടിയുടെ കൂടെ കൂടുകയും അങ്ങനെ ആ തീ അണയ്ക്കാൻ വേണ്ടി എന്താക്കിയിട്ടുള്ളത്? ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുരുവിക്കുട്ടി, നമ്മൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ അതാണ് പറഞ്ഞത്. എന്ത്? ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു അല്ലേ? കുരുവിക്കുട്ടി ഇവിടെ ചെയ്തത് എന്ത് മാത്രമാണ്? അതിൻ്റെ കടമ നിർവഹിച്ചത് മാത്രമാണ്. കാരണം എന്താ? നാളൊരു പക്ഷേ ചോദിക്കപ്പെടുമ്പോൾ ഈ കുരുവിക്കുട്ടിക്ക് എന്ത് ചെയ്യണം? ആൻസർ പറയാൻ കഴിയണം. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്? ആ കുരുവിക്കുട്ടി എന്താക്കിയത്? അവിടെ തീ എന്താക്കിയത്? അണയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരിയല്ലേ മക്കളെ? പറഞ്ഞ പോയിന്റ് ശരിയല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? അപ്പോൾ അടുത്ത് നോക്കൂ, ലക്ക് പറയാണെന്ത്? ലക്കുൻ തോയറുൻ ജമീലുൻ ലഹു സാക്കാനി നക്രഹു മനു ഇത് നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം, എന്നിട്ട് തയ്യാറാക്കാം. ലക്ക് പറയുന്നത് എന്താ? ലക്ക് പറയുന്നു തോയറും ജമീലും, വളരെ ഭംഗിയുള്ള ഒരു ജീവിയാണ് ആര്? ലക്ക് എന്ന് പറഞ്ഞാൽ. ലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കാണ് അല്ലേ? അപ്പോൾ കൊക്ക് സ്വാഭാവികമായിട്ട് എന്താണ്? നല്ല ഭംഗിയുള്ള ജീവിയാണ് എന്ത്? കൊക്ക്. അതുപോലെ തന്നെ കൊക്ക് ബാക്കി പറയുന്നു. എന്താ പറയുന്നത്? ലഹു സാക്കാനി തൊവീലാനി, ആ കൊക്കിന് എന്തുണ്ട്? രണ്ട് നല്ല നീണ്ട കാലുണ്ട്. അതുപോലെ തന്നെ രീശുഹു അബിയലുൻ ലൗനുൻ അല്ലേ? അതിന് വെള്ള എന്തുണ്ട്? രീശി, തൂവലുണ്ട്. അതുപോലെ തന്നെ മിൻകാറുഹു, അതിൻ്റെ ചുണ്ടെന്താണ്? തൊവീലുൻ, അതെന്താണ്? നീണ്ടതാണ്. അപ്പം ചുണ്ട് നീണ്ടിട്ട് പക്ഷിയാണ് എന്ത്? കൊക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ തത്തയെയും കുറിച്ചും അതുപോലെ തന്നെ ഉറാബ് കാക്കയെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അപ്പോൾ തത്തയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? തത്തക്ക് എന്താ പറയുക? ബബ് ആ ഇല്ലേ? അപ്പം ബബ് ആ തോയിറുൻ ജമീലുൻ എന്ന് എഴുതിക്കൂടെ? ബബ് ആ ഉൻ തോയിറുൻ ജമീലുൻ. ബബ് ആ തത്ത എന്നുള്ളത് എന്താണ്? തോയിറുൻ, ഒരു പക്ഷിയാണ്. എങ്ങനത്തെ പക്ഷിയാണ്? ജമീലുൻ, വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് എന്ത്? തത്ത എന്ന് പറയുന്നത് അല്ലേ മക്കളെ? അതുപോലെ തന്നെ എന്ത് ചെയ്താ? ലഹു സാക്കാനി അല്ലേ? ലഹു സാക്കാനി, അതിന് കാലുകളുണ്ട്. എങ്ങനത്തെ കാലുകളുണ്ട്? ചെറിയ കാലുകളുണ്ട് അല്ലേ? അപ്പോൾ ലഹു സാക്കാനി സൊയീറുൻ, അതിന് എങ്ങനത്തെ കാലുകളുണ്ട്? ചെറിയ കാലുകളുണ്ട് ആ തത്തക്ക്. അതുപോലെ തന്നെ രീശുഹു, അതിൻ്റെ തൂവൽ എന്താണ്? അബിയലല്ല, ഏതാണ് കളറ്? അഹ്ലറാണ് അല്ലേ? അപ്പോൾ രീശുഹു, അതിൻ്റെ തൂവലിൻ്റെ കളർ എന്താണ്? അബിയലുനല്ല, എന്താണ്? അഹ്ലർ, പച്ച കളറാണ്. അപ്പോൾ ലക്ക് എന്നുള്ളടുത്ത് എന്ത് ചെയ്യണം? ബബ് ആ ആക്കി കൊടുക്കണം അല്ലേ? അപ്പം ബബ് ആ ഉൻ തോയറുൻ, ഒരു പക്ഷിയാണ്. എങ്ങനത്തെ പക്ഷിയാണ്? ജമീലുൻ, വളരെ ഭംഗിയുള്ളൊരു പക്ഷിയാണ്. അതുപോലെ തന്നെ ലഹു, അതിനുണ്ട് എന്തുണ്ട്? സാക്കാനി അല്ലേ? ലഹു സാക്കാനി സൊയീറുൻ അല്ലേ? സൊയീറുൻ, ചെറിയ എന്തുണ്ട്? സാക്കാനി ഉണ്ട്, അത് കാലുണ്ട്. അതുപോലെ തന്നെ രീശുഹു, അതിൻ്റെ തൂവൽ എന്താണ്? രീശുഹു, അതിൻ്റെ തൂവൽ എന്താണ്? അഹ്ലറുൻ അല്ലേ? പച്ചയാണ്. രീശുഹു അഹ്ലറുൽ ലൗന്, പച്ച നിറമാണ്. അതുപോലെ തന്നെ മിൻകാറുഹു, അതിൻ്റെ ചുണ്ട് അല്ലേ? മിൻകാറു, അതിൻ്റെ ചുണ്ട് എന്താണ്? ചെറുതാണ്. മിൻകാറുഹു ഖലീലുൻ എന്ന് കൊടുക്കുക അല്ലേ? മിൻകാറുഹു ഖലീൽ എന്ന് കൊടുക്കുക. അടുത്ത് നോക്കൂ, ഉറാബ്, കാക്കയെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? കാക്കയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇതേപോലെ പറഞ്ഞൂടെ? കാക്കയെക്കുറിച്ച് എന്ത് പറയാം? കാക്ക എന്താണ്? ഉറാബ് അല്ലേ? ഉറാബ് എന്താണ്? തോയിറുൻ ജമീലുൻ അല്ലേ? വളരെ ഭംഗിയുള്ള പക്ഷി തന്നെയാണ് എന്ത്?
ഉറാബ് എന്നുള്ളതും അതുപോലെ തന്നെ സാക്കാനി അതിന് കാലുണ്ട്, എങ്ങനത്തെ കാലുകളുണ്ട്, തൊവീലത്താനി നീണ്ട കാലുകൾ എന്തുണ്ട് നമ്മളെ ഉറാബിനുണ്ട് അല്ലേ. അതുപോലെ തന്നെ രീശുഹു അതിൻ്റെ തൂവൽ എന്താണ് കറുപ്പാണ്. അപ്പോൾ രീശുഹു അതിൻ്റെ തൂവൽ എന്താണ് അസ്വദുൻ അല്ലേ. കറുപ്പിന് എന്താ പറയുക മക്കളെ, അസ്വദുൻ എന്നാണ് കറുപ്പിന് പറയുക. അതുപോലെ തന്നെ മിൻകാറുഹു അതിൻ്റെ ചുണ്ട് എന്താണ് ചെറുതാണ്. അപ്പോൾ മിൻകാറുഹു അതിൻ്റെ ചുണ്ട് എന്നുള്ളത് എന്താണ് ചെറുതാണെന്ന് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം. ശരിയല്ലേ. അടുത്ത് നോക്കൂ, അന തോയിറുൻ അലീഫുൻ അല്ലേ, അന തോയിറുൻ അലീഫുൻ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാണ് കടങ്കഥയിലേക്ക് പോവാണ്. അന തോയിറുൻ അലീഫുൻ ഞാനെന്താണ് വളരെ ചെറിയ ഒരു എന്താണ് ചെറിയ ജീവിയാണ്. തോയറുൻ ഹലീഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ജീവി അല്ലേ. അപ്പോൾ തോയറുൻ ഹലീഫ് ഞാനെന്താണ് ചെറിയ ജീവിയാണ്. അതുപോലെ തന്നെ അസീഹു ഫി സ്വബ ഞാനെന്ത് ചെയ്യും രാവിലെ തന്നെ കൂവും. വ അസ്കുനു ഫിൽ ഹും ഞാനെന്ത് ചെയ്യുന്നു കോഴിക്കൂട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ നെക്റഹുൽ അൽഗാസ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അൽഗാസ എന്ന് പറഞ്ഞാൽ കടങ്കഥയാണ്. അപ്പോൾ നെക്റഹുൽ അൽഗാസ നമുക്ക് കടങ്കഥ വായിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ആൻസർ ചെയ്താം. അപ്പോൾ സ്വാഭാവികമായിട്ട് കടങ്കഥകൾ അങ്ങനെയല്ലേ ഉണ്ടാവുക. അന തോയറുൻ ലൈഫ് ഞാനെന്താണ് ഒരു ചെറിയ പക്ഷിയാണ്. അതുപോലെ തന്നെ അസീഉ ഫി സ്വബ ഞാനെന്ത് ചെയ്യും രാവിലെ കൂവും. അതുപോലെ തന്നെ അസ്കുനു ഫിൽ ഹുമ്മി ഞാനെന്ത് ചെയ്യും കൂടിൽ കോഴിക്കൂട്ടിൽ ജീവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പോൾ ഇത് ആരായിരിക്കും ഞാനാണ് ദീക്കുൻ അല്ലേ. ദീക്കുൻ ഞാനാണ് എന്ത് കോഴി അല്ലേ. അപ്പോൾ കോഴിക്കാണ് എന്ത് പറയുക ഈ പറഞ്ഞ കടങ്കഥ ചേരുക. അടുത്ത് നോക്കൂ, അന തോയറുൻ അബിയുൽ ഞാനെന്താണ് ഒരു വെള്ള പക്ഷിയാണ്. അസ്ബഹു ഫിൽമായി ഞാനെന്ത് ചെയ്യുന്നു അപ്പോൾ ഞാനൊരു വെള്ള പക്ഷിയാണ്. അസ്ബഹു ഫിൽമായി ഞാനെന്ത് ചെയ്യുന്നു ബിൽ ഉദുബി ഉഹിബുൽ ബിർക്കത്ത് വൽ ബുഹീറ ഞാനെന്ത് ചെയ്യുന്നു വെള്ള പക്ഷിയാണ്. അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലൂടെ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഉഹിബുൽ ബിർക്കത്ത് വൽ ബുഹീറ ഞാൻ അധികം ഉണ്ടാവുക എവിടെയാണ് കുളത്തിലും അതുപോലെ തന്നെ നദിയിലൊക്കെയാണ് ഉണ്ടാവുക. ഇതെന്തായിരിക്കും ലക്കിലക്കായിരിക്കും അല്ലേ, ലക്കിലക്കായിരിക്കും. അടുത്ത് നോക്കൂ, അന സൊഈറുൽ അജ്മി അഈഷു ബൈനൽ സ്വാനി വൈനി ബില്ലഹിനിൽ ജദാബ ഞാനെന്താണ് ഒരു ചെറിയ ജീവിയാണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു കാട്ടിൽ ജീവിക്കുന്നു. വൈനി ബിൽ അൽവിനിൽ ജദബ ഞാനെന്ത് ചെയ്യുന്നു വളരെ മനോഹരമായിട്ടുള്ള പാട്ട് പാടുന്നു. അപ്പോൾ ഈ പാട്ട് പാടുന്നത് ആരായിരിക്കും ബുൽബുലായിരിക്കും അല്ലേ. വളരെ ചെറിയ ജീവിയാണ്. അതുപോലെ തന്നെ നല്ല പാട്ട് പാടുന്ന ജീവിയാണ് ഏത് പക്ഷിയാണ് ഏത് ബുൽബുൽ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നോക്കൂ, അന അയവാനു ഞാനെന്താണ് ഒരു മൃഗമാണ്, ഒരു ജീവിയാണ്. ഹലീഫുൻ വളരെ ചെറിയ ജീവിയാണ്. ഇരിസുൽ ബൈത്ത് ഞാനെന്ത് ചെയ്യുന്നു വീടിന് കാവലിൽ നിൽക്കുന്നു. ഉസായിദ് അൽ ഷുർത്തത്ത ലിൽ ഖബ്ദിൽ മുജ്രിമി അല്ലേ കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്യുന്നു പോലീസുകാരെ സഹായിക്കുന്നു. അപ്പോൾ ആ ചെയ്യുന്ന ആളാണ് ആര് നമ്മുടെ നായക്കുട്ടി. അതുപോലെ തന്നെ ഇനി നോക്കൂ മക്കളെ, കാനത്ത് അതുപോലെ തന്നെ സോറ ഈ രണ്ട് ഹർഫുകൾ നമ്മൾ എന്ത് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. അതായത് കാനത്തിൽ ബുഹൈറത്തു വാസിയത്തൻ അൽ ജവ്വു സൗഹുൻ അതുപോലെ തന്നെ അസമാഹു സോഫിയത്തുൻ അൽ ഖമറു തോലിഉൻ. ഇവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് അറിയോ, അൽ ജവ്വു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, സൊഹ്വൻ എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷം എന്തായി സൊഹ്വൻ എന്നുള്ളത് തെളിവായി. അതുപോലെ തന്നെ അസമാഹു ആകാശം എന്തായി സോഫിയത്തുൻ തെളിഞ്ഞതായി. അതുപോലെ തന്നെ അൽ ഖമറു ചന്ദ്രൻ തോലിഉൻ എന്തായി ഉദിച്ചതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് ഇതൊരു ഫിഇലാണ് അല്ലേ, ഇതൊരു ജുംലയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കാന എന്ന് ചേർത്താൽ കാന എന്നുള്ള ഒരു കാന ചേർത്താൽ എന്താവും കാനൽ ഖമറു അല്ലേ ചന്ദ്രനായി എന്തായി തോലിയൻ ഉദിച്ചതായി. അതുപോലെ തന്നെ കാനത്തി സമാഹു ആകാശമായി. അപ്പോൾ ഈ കാന എന്നുള്ള ഹർഫ് ചേർത്താൽ എന്താവും ആയി എന്നുള്ള അർത്ഥം കിട്ടും. മനസ്സിലായോ മക്കളെ. അസമാഹു സോഫിയത്തുൻ എന്ന് പറഞ്ഞാൽ അസമാഹു ആകാശം സോഫിയത്തുൻ തെളിഞ്ഞതാണ് എന്നുള്ള അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ കാനത്തി സമാഹു ആകാശമായി. മനസ്സിലായോ. കാനത്ത് എന്ന് ചേർത്താൽ കാനത്ത് എന്നുള്ളത് ചേർത്താൽ അതെന്താവും ആയി എന്നുള്ള അർത്ഥം കിട്ടും. അതുകൊണ്ടാണ് കാനത്തി സമാവു ആകാശമായി സോഫിയത്തിൻ തെളിവുള്ളതായി. അതുപോലെ തന്നെ കാനൽ കമറു എന്തായി ചന്ദ്രനായി എന്തായി തോലിയൻ ഉദിക്കുന്നതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അൽ കമർ തോലിഉൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിച്ചു എന്നുള്ള അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അൽ കാനൽ കമർ തോലിയൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്തായി ഉദിച്ചതായി എന്നുള്ള അല്ലേ ചന്ദ്രൻ ഉദിച്ചതായി എന്നുള്ള അർത്ഥം അവിടെ കിട്ടും. അവിടെ ആയി എന്നുള്ള അർത്ഥം എന്താവും വരും. അതുപോലെ തന്നെ സോറ എന്നുള്ളതിനും എന്താണ് അതേ അർത്ഥമാണ്. ആയി എന്നുള്ള
എന്നുള്ള അർത്ഥമാണ് സോറയിലും വരിക. നോക്കൂ, അൽ ജവ്വു ബാദിറുൻ അസ്സമാഹു മുംതിറത്തുൻ. സമ എന്ന് പറഞ്ഞാൽ ആകാശം, മുംതിറത്ത് എന്ന് പറഞ്ഞാൽ മഴ പെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ സോറത്തി സമാഹു മുംതിറത്ത് എന്ന് പറഞ്ഞാൽ ആകാശം മഴ പെയ്യാനുള്ളതായി, അപ്പോൾ മഴ പെയ്യാനുള്ളതായി മാറി എന്നുള്ള അർത്ഥം അവിടെ കിട്ടും. അതുപോലെ തന്നെ അൽ ഖമറു മുനീറുൻ, എന്താണ് ചന്ദ്രൻ, എന്താണ് പ്രകാശിക്കുന്നതാണ് അല്ലെങ്കിൽ ജ്വാലയുള്ളതാണെന്ന് പറയുമ്പോൾ സോറൽ ഖമർ മുനീറൻ, എന്തായി ചന്ദ്രൻ പ്രകാശമുള്ളതായി മാറി. അപ്പോൾ ആയി എന്നുള്ള അർത്ഥം എന്താവും അവിടെ കിട്ടും. അപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടത്തിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ പക്ഷിയെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജസാക്കുമുല്ലാഹ് ഖൈറൻ. ശുക്രൻ ലക്കും യാ തുല്ലാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.